നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ 1ലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാക്ക് ത്രൂ 6 പ്രോബ്ലം സോൾവിംഗ് സ്റ്റെപ്സ് ടു ഫൈൻഡ് ദ ലാർജസ്റ്റ് ഔട്ട് ഓഫ് 3 നമ്പേഴ്സ്. അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൻ്റെ വാക്ക് ത്രൂ പ്രോബ്ലം സോൾവിംഗ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞ് നമുക്ക് ചോദിക്കാം. അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒന്നാമത്തെ സ്റ്റെപ്പ് പ്രോബ്ലം ഡെഫിനിഷനാണ്. രണ്ടാമത് അതിൻ്റെ അൽഗോരിതം നമ്മൾ എഴുതേണ്ടി വരും. മൂന്നാമത് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, ദാറ്റ് ഈസ് നമ്മൾ അതിൻ്റെ പ്രോഗ്രാമുകൾ എഴുതേണ്ടി വരും. നാലാമത് നമ്മൾ അതിന് പല ടെസ്റ്റ് കേസുകൾ, പല ഇൻപുട്ടുകൾ കൊടുത്തിട്ട് നമ്മുടെ പ്രോഗ്രാം കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുന്ന ഇതാണ് ടെസ്റ്റിംഗ് ആൻഡ് ഡീബഗ്ഗിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ആ കോഡ് കുറച്ചുകൂടി ഒപ്റ്റിമൈസ് ചെയ്ത് ടൈം കോംപ്ലക്സിറ്റി ഒക്കെ കുറച്ച് എഴുതാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അവസാനം നമ്മൾ ഇവാലുവേഷൻ ആൻഡ് മെയിൻ്റനൻസ്. അപ്പോൾ ഇത്രയുമാണ് 6 പ്രോബ്ലം സോൾവിംഗ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു 9 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മൊഡ്യൂൾ 1ൽ നിന്ന്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ പ്രോബ്ലത്തിന് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ പ്രോബ്ലം ഡിഫൈൻഡ് ആണ്. ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. നമുക്കപ്പം നമ്മുടെ ഗോൾ അല്ലെങ്കിൽ നമ്മുടെ എയിം എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഇൻപുട്ട് എന്തൊക്കെയാണെന്ന് കുറയണം. അപ്പം നമുക്കിവിടെ 3 നമ്പേഴ്സ് ഇൻപുട്ടായിട്ട് കൊടുക്കാം. അപ്പം ഞാൻ അതിനെ ഫസ്റ്റ് നമ്പറിനെ എ എന്നും സെക്കൻഡ് നമ്പറിനെ ബി എന്നും തേർഡ് നമ്പറിനെ സി. ഇനി നമുക്ക് ഔട്ട്പുട്ട് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ലാർജസ്റ്റ് ആണ്. ഇനി നമ്മുടെ കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കണം. കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ഈ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെ ടൈപ്പ് വരാം? പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം, സീറോ വരാം, വേറെ ഏതെങ്കിലും വരാമോ, എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ പ്രോബ്ലം ഡെഫിനിഷനിൽ നോക്കുന്നത്. അപ്പം നമ്മളുടെ ഗോൾ എന്താണെന്ന് നോക്കണം, നമുക്ക് ആ ഇതിനകത്തോട്ടുള്ള ഇൻപുട്ട് എന്താണെന്ന് നോക്കണം, ഔട്ട്പുട്ട് എന്താണ് അത് ജനറേറ്റ് ചെയ്യുന്നത്, എന്തെങ്കിലും കൺസ്ട്രെയിൻസ് ഉണ്ടോ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് എഴുതണം. അതിനുശേഷം നമ്മുടെ പ്രോബ്ലത്തിൻ്റെ നമ്മൾ അൽഗോരിതം എഴുതണം. അപ്പോൾ അൽഗോരിതം നിങ്ങൾക്ക് ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് കണ്ടുപിടിക്കാനുള്ള അൽഗോരിതം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 3 നമ്പറുകൾ റീഡ് ചെയ്യുക. എ ഗ്രേറ്റർ ദാൻ ബി ആണ് എങ്കിൽ ലാർജ് എന്താക്കുക? എ ആക്കുക. അല്ലെങ്കിൽ ലാർജ് എന്താക്കുക? ബി ആക്കുക. ഇനി നമ്മൾ ലാർജും സിയും കൂടി തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ലാർജിലോട്ട് സി സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ലാർജ് എപ്പോഴും ലാർജസ്റ്റ് നമ്പർ എപ്പോഴും ലാർജ് എന്ന് പറയുന്ന വേരിയബിളിലുണ്ടാവും. പുറത്തിറങ്ങിയിട്ട് നമ്മൾ ലാർജസ്റ്റ് നമ്പർ ലാർജായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇനി നമ്മൾ ഈ പ്രോഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ പൈത്തൺ കോഡുകൾ നമ്മൾ എഴുതുക. അപ്പോൾ അത് മറക്കാതിരിക്കുക എല്ലാവരും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് പ്രോബ്ലം ഡെഫിനിഷൻ, രണ്ടാമത്തെ സ്റ്റെപ്പ് അൽഗോരിതം ഡിസൈന്, മൂന്നാമത്തെ സ്റ്റെപ്പ് ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ കറസ്പോണ്ടിങ്ലി അൽഗോരിതം എങ്ങനെയാണോ എഴുതിയ അതുപോലെ തന്നെ നമ്മൾ പ്രോഗ്രാമിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. നിങ്ങൾ അതിന് കറസ്പോണ്ടിങ് പൈത്തൺ കോഡ് എഴുതുക. നെക്സ്റ്റ് ടെസ്റ്റിംഗ് ആൻഡ് ഡീബഗ്ഗിംഗ്. ഡീബഗ്ഗിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എ ബി സി ഈ 3 വേരിയബിളിന് പല ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പല ടെസ്റ്റ് കേസുകളും നോക്കുക. എന്നിട്ട് നമ്മൾ ആ പ്രോഗ്രാമിനെ എന്ത് ചെയ്യുക? ഡീബഗ് ചെയ്യുക. അതാണ് നമ്മളുടെ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഓപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊല്യൂഷൻ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ഇനി ചില സ്റ്റെപ്പുകൾ വല്ലതും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, റിഡൻഡന്റ് കമ്പാരിസൺസ് വല്ലതും നടക്കുന്നുണ്ടോ, അതിനെയാണ് നമ്മൾ ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കേസിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും നടക്കാത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതാണ് ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് അങ്ങ് എഴുതുക, നമ്മുടെ സൊല്യൂഷൻ എഫിഷ്യൻ്റ് ആണ്, ഇതിനകത്ത് റിഡൻഡന്റ് ആയിട്ടുള്ള കമ്പാരിസൺസോ കമ്പ്യൂട്ടേഷൻസോ ഒന്നുമില്ല എന്നുള്ള എഴുതുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും നേരത്തെ നമ്മൾ ടെസ്റ്റ് ചെയ്തുക, ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ഇവാലുവേഷൻ ആൻഡ് മെയിൻ്റനൻസ്. നമ്മുടെ സൊല്യൂഷൻ ഈ പറഞ്ഞ എല്ലാ കേസുകളും നമ്മൾ നേരത്തെ പറഞ്ഞ കൺസ്ട്രെയിൻസുകളൊക്കെ ഉണ്ടല്ലോ, നെഗറ്റീവ് നമ്പേഴ്സ് വന്ന് അതിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ നോക്കുക. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോഗ്രാമിനെ അപ്ഡേറ്റ് ചെയ്ത് വലിയ ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സിൻ്റെ പ്രോഗ്രാമാണ്, ലാർജസ്റ്റ് ഓഫ് 4, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ പ്രോഗ്രാമിൻ്റെ കറക്റ്റ്നെസ്, നമ്മുടെ പ്രോഗ്രാം കറക്റ്റ് ആണോ എന്ന് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ എ ബി സിക്ക് വാല്യൂ ഇല്ലേ, അപ്പം നമ്മൾ ആ ടെസ്റ്റ് കേസുകൾ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഔട്ട്പുട്ട് ഒന്നുകൂടി കറക്റ്റ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഉറപ്പിക്കുന്നു. സോ ഇത്രയും സ്റ്റെപ്പുകൾ നമ്മൾ കൃത്യമായിട്ട് എഴുതണം. എന്നാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ആ പറഞ്ഞ ഒരു ലാർജ് മാർക്ക് ഉള്ള ഒരു എസ് എ പാർട്ടി ചോദിക്കാൻ സാധ്യതയുള്ള മൊഡ്യൂൾ 1ൻ്റെ ക്വസ്റ്റ്യൻ ആണ്. താങ്ക് യു.